സമ്പത്ത് ഇനിയൊരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, താങ്കൾക്ക് പറയാം. ഇവിടെ ശ്രീ എൻ പി ചെക്കുട്ടിയുടെ അഭിപ്രായത്തിൽ ഒരു കോമൺ സെൻസ് ഇല്ലാത്തവനും അപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ ഭാഷയിൽ ഒരു മണ്ണാങ്കട്ടയുമായി നടക്കുന്ന ഒരാളിൻ്റെയും മറുപടിയായി കരുതുന്നുവെങ്കിൽ കരുതിക്കൊള്ളുക. അവർ രണ്ടുപേരും പറഞ്ഞതിൽ ഒരുപാട് സാമുദായികമായ ഈ വരികൾ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു കാരണവശാലും ജാതീയമായി, വംശീയമായി, സാമുദായികമായല്ല ഇത്തരം കാര്യങ്ങൾ ഒരു മതനിരപേക്ഷമായ കാഴ്ചപ്പാടോടുകൂടി മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ആര് തെറ്റ് ചെയ്താലും, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാലും അവരുടെ ഭാഗത്തു നിന്ന് വന്നാലും തെറ്റുകൾ തന്നെയാണ്, തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, അപലപനീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതിനെ അല്ലാതെ ന്യായീകരിക്കേണ്ടതില്ല. നിരീക്ഷകനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറച്ചു വെക്കേണ്ടതുമില്ല. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇത് US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പല്ലല്ലോ ഇവിടെ നടക്കുന്നത്. പ്രസിഡൻറ്റിനെ US തിരഞ്ഞെടുക്കാനായി ബൈഡനാണോ അല്ല ഇനി ട്രംപാണോ എന്നുള്ള നിലയിലേക്ക്, ഇലക്ട്രൽ കോളേജുകളുടെ കാര്യത്തിൽ ദ വിന്നർ ടേക്സ് ഓൾ എന്നുള്ള നിലയിലേക്ക് അല്ലല്ലോ. പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അല്ലേ? പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് 1977 ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി അന്ന് ഈ പ്രതിപക്ഷങ്ങളെല്ലാം ഒരുമിച്ചാണോ നിന്നത്? അല്ലല്ലോ. അമിതാധികാര വാഴ്ചയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമെല്ലാം നടക്കുമ്പോഴേക്കും അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ടുഡേയുടെ ജയപ്രകാശ് നാരായണൻ്റെ ചിത്രമാണല്ലോ ഇതിലുള്ളത്. അന്ന് പ്രതിപക്ഷത്തെ എല്ലാം യോജിപ്പിച്ച് നിർത്താനായുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും ഒരു മണ്ഡലത്തിൽ ഒരു പൊതു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നുള്ള മുദ്രാവാക്യവും പ്രചണ്ഡമായ പ്രചരണവും അന്ന് ഇതുപോലുള്ള സർവേകളല്ലെങ്കിലും അന്ന് പത്രങ്ങളെല്ലാം എഴുതിയ പഴയ മലയാള പത്രങ്ങൾ, ഗോപികൃഷ്ണനൊക്കെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ, ഞാനന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥി. പക്ഷേ അന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ വിധി എഴുതിയത് അന്നത്തെ ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി ആരാ ഉയർത്തി കാണിച്ചത്? ആരും ഉയർത്തി കാണിച്ചില്ലല്ലോ. കാണിച്ചോ? ഇല്ലല്ലോ. ശരി, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 1984 ശ്രീമതി ഗാന്ധിയുടെ വധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ദാരുണമായ വധം, പിന്നീട് ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം 89 അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രചണ്ഡമായി ഇന്നത്തെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് പോലെയും അത്തരത്തിൽ പ്രൊഫഷണൽ ഏജൻസികൾ ഇടപെടുന്നത് അന്ന് അങ്ങനെയാണ്. മാധ്യമങ്ങളെ വിലക്കെടുക്കേണ്ടതായിട്ടുള്ളൊരു ഇടപെടൽ അന്ന് ആരംഭിച്ചു തുടങ്ങിയതും പണത്തിൻ്റെ സ്വാധീനം വല്ലാതെ വന്നു തുടങ്ങിയതും 89 89 അത്തരത്തിലൊരു കാര്യം വരുമ്പോഴത്തേക്ക് പ്രതിപക്ഷത്ത് നിന്ന് ആരായിരുന്നു അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അങ്ങനെ VP സിംഗ് പ്രധാനമന്ത്രി ആകും എന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നോ നേരത്തെ? ഇല്ലല്ലോ. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് ആരൊക്കെ കൂടി അട്ടിമറിച്ചത്? ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് കോൺഗ്രസും ഇതിനകത്ത് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്നല്ലേ അട്ടിമറിച്ചത്? ശരി, അതിനുശേഷം 1996 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ തുടരുമെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല. 96 ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായിരുന്നു? ഇപ്പോൾ ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമെന്ന് അദ്ദേഹം പോലും വിശ്വസിച്ചിരുന്നില്ലല്ലോ. കർണാടകത്തിൽ നിന്ന് അദ്ദേഹം വരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവായിരുന്നത് കൊണ്ടാണോ അങ്ങനെ പ്രധാനമന്ത്രിയായത്? അല്ല, അതിനുശേഷം IK ഗുജറാൾ പ്രധാനമന്ത്രിയായത് അങ്ങനെ ആയിരുന്നോ? അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രിയായത് അവിടെ കൊണ്ടും തീരുന്നില്ലല്ലോ. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഈ നാൾ വഴികൾ നമ്മൾ എടുത്തിങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് 1ാം UPയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചാണോ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത്? അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു? BJP അല്ലായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അന്ന് 1ാം UPA സർക്കാർ ആ വിധത്തിൽ അധികാരത്തിൽ വന്നത്? ഇവിടെ എന്താണെന്ന് വെച്ചാൽ BJP ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി, ഒറ്റ തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു പാർട്ടിയുടെ കീഴിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുക, ഒരു കേന്ദ്രീകൃത ഭരണകൂടം ഉണ്ടാക്കുക, ഇന്ത്യയുടെ ഫെഡറൽ സത്ത പൂർണ്ണമായി തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ് എന്നുള്ളതിനെ അംഗീകരിക്കാൻ പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് കേരളം എടുക്കുന്ന നിലപാടുകളെ ഇകഴ്ത്തി കാണിക്കാൻ പലപ്പോഴും വർത്തമാനം പറയുമ്പോൾ മതനിരപേക്ഷവാദികളാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇടതുപക്ഷം അത് ചെയ്തത് ഈ കാര്യത്തിൽ അങ്ങനെ ഏതൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ അവിടെ എല്ലാം ഓരോ ചുണ്ണാമ്പ് പാഷാണം തയ്ക്കുന്ന പലരുമുണ്ട്. CAA-ക്കെതിരായിട്ടുള്ള നിലപാട് ആദ്യം എടുത്തത് എവിടെയാണ്? കേരളത്തിലാണ്. അങ്ങനെ കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയത് ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ സംയുക്തമായി പ്രക്ഷോഭം നടത്തിയത് ശരി, സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ കേസ് കൊടുത്തത് ശരി, ആ കേസുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെൻറ് അവിടെ നൽകിയ അഫിഡാവിറ്റിൽ പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ റൂൾസ് ഒന്നും ഫ്രെയിം ചെയ്തിട്ടില്ല, ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. 2022 ഒടുവിലാണ് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ പോസ്റ്റിംഗ്
പോസ്റ്റിംഗ് നടന്നു. അതിനുശേഷം പിന്നെ 2 കൊല്ലമായി ഇതെടുത്തിട്ടില്ല. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഇവിടെ പ്രഖ്യാപിക്കാനായി ഇരിക്കുന്നു എന്നുള്ളത്. എപ്പോഴാണ് ഈ പറയുന്നത് ഇങ്ങനെ CAA നടപ്പാക്കും അതിൻ്റെ ചട്ടങ്ങളെല്ലാം ഫ്രെയിം ചെയ്തുകൊണ്ട് ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞത്? എപ്പോഴാണ് പറഞ്ഞത്? കരണക്കുറ്റിക്ക് അടികിട്ടിയതുപോലെ ഇലക്ട്രൽ ബോണ്ട് കേസിൽ അത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഇതിനേക്കാൾ വലിയ പരാമർശങ്ങളൊന്നും ഉണ്ടാവാനില്ല. അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ളൊരു ബെഞ്ചിൽ നിന്ന് അതിനെല്ലാം ന്യായീകരിക്കാൻ BJP-ക്കാർ വല്ലാതെ ഈ വെപ്രാളപ്പെടുകയുണ്ടായി. യു ഷുഡ് അപ്രീഷിയേറ്റ് എസ് എന്നൊക്കെയാണ് അവർ ചിലർ പറഞ്ഞത്. ബിൽക്കിസ് ബാനു കേസിൽ ഒരു സ്ത്രീ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഗോപികൃഷ്ണൻ, നമ്മളിപ്പോൾ ഇതിൽ 5 പേര് നമ്മൾ പുരുഷന്മാരാണ്, ഒരു സ്ത്രീയും ഇതിൽ പങ്കെടുക്കുന്നില്ല, കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ. നമ്മളെല്ലാവരും ഏതെങ്കിലും അമ്മമാർ നൊന്ത് പറ്റതാണല്ലോ. കൊലപാതകത്തെക്കാൾ നിന്ദ്യമായ ഹീനമായ കുറ്റകൃത്യമാണല്ലോ ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളിലും മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ബലാത്സംഗം എന്നുള്ളത്, കൂട്ടബലാത്സംഗം എന്നുള്ളത്. ഒരു സ്ത്രീ അവരുടേതായിട്ടുള്ള വ്യക്തിത്വം അവർ തുറന്നു പറയുന്നു. അതിജീവിത എന്നോ നിർഭയ എന്നോ ഒന്നും അല്ല, അവർ തന്നെ പറയുന്നു. ഇവിടെ ഈ പോരാട്ടത്തിൽ സുഭാഷിണിയാലെ അടക്കമുള്ളവർ നടത്തിയതായിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പോരാട്ടത്തിൽ പങ്കുവഹിച്ചത്, ഇത് ഈ കുറ്റവാളികളെ ഒരു ഗവൺമെൻറ് തുറന്നു സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ തിരിച്ച് അവർ ജയിലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ BJP നേതാക്കൾ എന്താ പറഞ്ഞത്? ആരായിരുന്നു അവരെല്ലാം സ്വീകരിച്ച് ആനയിച്ചു കൊണ്ട് നടന്നത്? ഈ പറയുന്ന കുറ്റവാളികളെ നിങ്ങൾ നോക്കൂ. ഇതിനു മുമ്പ് ഡൽഹിയിലെല്ലാം ഇടിച്ചു നിരത്തൽ അവിടെയെല്ലാം നടത്തിയല്ലോ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഒരു മെല്ലിച്ച സ്ത്രീ ഒറ്റയ്ക്ക് വന്നിട്ട്, ഇല്ലേ, ബൃന്ദാക്കാരാട്ടിനെ ഓർമ്മയില്ലല്ലേ? ചെക്കുട്ടിക്കൊന്നും ഒട്ടും ഓർമ്മ കാണില്ല ബൃന്ദാക്കാരാട്ടിനെ. അവിടെ വന്ന് ആ ബുൾഡോസറിൻ്റെ മുമ്പിൽ നിൽക്കാനായി ആരാ വന്ന് നിന്നത്? ഒരു സ്ത്രീ, ഒരു ചെറിയ സ്ത്രീ, ഇല്ലേ, ഒറ്റയ്ക്ക്. ആ ഒറ്റയാൾ പോരാട്ടമൊന്നും ഇങ്ങനെ പലരും കണ്ടില്ല എന്ന് വരും. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇത്തരം കാര്യത്തിൽ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ആ കേസിൻ്റെ ആ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ അവസാനം നിന്നു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ ഭത്സിക്കുക, ആക്രമിക്കുക. അറിയണം ഗോപികൃഷ്ണൻ, കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യത്ത് നിങ്ങളും ഞാനും അടക്കമുള്ള ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ എടുത്തപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ആരുടെയും ചിത്രമില്ല. നമ്മുടെ കുട്ടികളുടെ ചിത്രം SSLC ബുക്കിലുണ്ടാവും, ഇല്ലേ? നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ ഗൃഹനായികയുടെ പടവും പേരും ഉണ്ടാവും, ഇല്ലേ? ഈ ഇലക്ട്രൽ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വോട്ടർമാരുടെ പട്ടിക, അതെടുക്കുക, നിങ്ങളുടെ, എൻ്റെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഉണ്ടാവും. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിൽ മാത്രം ഇങ്ങനെ ഒരു അല്പത്തരം കാണിക്കുകയും ആ അല്പത്തരം കാണിച്ചിട്ട് ഇതിനെല്ലാം ഇത് എന്താ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വന്നത്? 900 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഒരൊറ്റ വർഷക്കാലം ഇന്ത്യയിലെ 30 ഫാർമ കമ്പനികൾ അങ്ങനെ നൽകിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാമാരി ഇത്തരത്തിൽ കീശയിലേക്ക് കാശ് വീഴ്ത്തുന്നതിന് വേണ്ടി, ഫാർമ കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ക്വിഡ് പ്രോ കോ ആയി അത്തരത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി, ഇതെല്ലാം ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത്? ഇതിനെല്ലാം നിയമനിർമ്മാണം വഴി ഇതെല്ലാം അടച്ചുപൂട്ടുക എന്നുള്ളതല്ലേ? സുപ്രീം കോടതിയിൽ ഇങ്ങനെ പോകാതിരുന്നുവെങ്കിൽ, സുപ്രീം കോടതി കേസ് കേൾക്കാതിരുന്നെങ്കിൽ, ഇത്തരത്തിലൊരു വിധിന്യായം വരാതിരുന്നെങ്കിൽ, ഇപ്പോഴും ഈ ചർച്ച നടക്കുമ്പോഴും ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൂർണ്ണമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. എന്ത് നൽകിയിട്ടില്ല? ഇതാരും വാങ്ങിച്ചു എന്ന് പറയുമ്പോഴും എല്ലാം 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബോണ്ടുകളാണ് അധികം വാങ്ങിയിരിക്കുന്നത്. ഈ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ബെയറർ ബോണ്ടാണ്. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് എൻകാഷ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതൊക്കെ മറച്ചു വെക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത്. BJP-യുടെ ഒരു MLA ഗുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടേണ്ട കമ്മീഷൻ കൃത്യമായി അത് കിട്ടണമെന്നുള്ളതിൻ്റെ. ഞാൻ ആ BJP MLA-യുടെ പേരൊന്നും പറയുന്നില്ല, ഇപ്പോൾ തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. ചുരുക്കത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കൽ, എന്നിട്ട് ഈ പറയുന്ന പോലെ വികസനത്തിൻ്റെ എല്ലാ പരിപ്രേക്ഷ്യവും ഞങ്ങൾക്ക് മുമ്പ് ശൂന്യതയും ഞങ്ങൾക്ക് ശേഷം പ്രളയവും, ഇതെല്ലാ വികസനവും ഞങ്ങളുടേതാണ്, എല്ലാം ഞങ്ങളുടേതാണ്. ഞങ്ങൾക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല.